കൊല്ലം ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ധനുപൊങ്കാല ജനുവരി 13 നടക്കും. ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് പൊങ്കാല. 13 രാവിലെ 8:30 ക്ഷേത്ര പരിസരത്ത് ധനപൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പൊങ്കാല മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പൊങ്കാല ഉത്സവം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S. ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി R. പ്രകാശൻ പിള്ള അധ്യക്ഷനായിരിക്കും. TMS മണി എന്ന S. രമേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. ക്ഷേത്രാങ്കണത്തിലും ചാമക്കട റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് തിരുവാതിര ധനപൊങ്കാല ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രേവതി മുതൽ തിരുവാതിര വരെയുള്ള ഈ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ അവിടെ കന്യകമാർക്ക് ഭർത്താവിനെ കിട്ടാനും അതുപോലെ തന്നെ സുമംഗലികൾക്ക് നല്ല ഭർത്താക്കന്മാർക്ക് നല്ല ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും കിട്ടാനും ഉള്ള ഈ ദിവസം അന്ന് 13-ാം തീയതി തിങ്കളാഴ്ച ധനപൊങ്കാല, തിരുവാതിര ധനപൊങ്കാല, നമ്മുടെ തിരുവാതിര ധനപൊങ്കാല. ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീക്കാൻ നടന്നുവരുന്ന സ്വയംവര പൂജയിൽ പങ്കെടുത്തു വരുന്ന കന്യകമാരും ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി നടത്തുന്ന ദീർഘ സുമംഗലി പൂജയിൽ പങ്കെടുക്കുന്ന സുമംഗലിമാരും നവവധുവരന്മാരും ഉൾപ്പെടെ അനേക ഭക്തർ പൊങ്കാലയിൽ അണിനിരക്കും. ഈ മംഗല്യം നടക്കാൻ പ്രയാസമുള്ളവർക്ക് മംഗല്യം നടക്കുവാനുള്ള അവസരങ്ങൾ ഉമാമഹേശ്വര പൂജ ചെയ്യുമ്പോൾ ഏകദേശം 7 ആഴ്ച ആ പൂജ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മംഗല്യം നടക്കുന്നതായിട്ടാണ് വിശ്വാസം. അങ്ങനെ പല ഭക്തജനങ്ങൾ അവിടെ വരികയും ആ വിശ്വാസത്തിൽ അവർക്ക് മംഗല്യം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുഭവങ്ങളാണ്. ഓരോ വർഷവും ഇതിന്റെ പൊങ്കാല ഇടുവാൻ ആളുകൾ താല്പര്യത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പൊങ്കാല അനുദിനം അതിന്റെ എല്ലാ വർഷവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അന്നദാനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പൊങ്കാല ഉത്സവം രക്ഷാധികാരികളായ S. രാമാനുജം, S. രാധാകൃഷ്ണൻ, ക്ഷേത്രം കൺവീനർ ബ്രഹ്മയുഗം മാത്യൂസ്, പൊങ്കാല മീഡിയ കമ്മിറ്റി ചെയർമാൻ മങ്ങാട് സുബിൻ നാരായൺ, T. പ്രതാപൻ എന്നിവർ പങ്കെടുത്തു. സ്വയംവരം നടക്കാത്ത യുവതികൾ അവരൊക്കെയാണ് ഇതിനായിട്ട് വന്ന് സ്വയംവര പൂജ നടത്തി അതോടൊപ്പം അവർക്ക് ഉമാമഹേശ്വരന് പൂജകളൊക്കെ ചെയ്താൽ അവരുടെ ജീവിത അഭിലാഷം സഫലീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. അത് പലരും അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന. ന്യൂസ് ബ്യൂറോ, കൊല്ലം.